ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിനിക്കൽ ഫാർമക്കോളജി GNM ജനറൽ നഴ്സിംഗിൻ്റെ ഒരു ടോപ്പിക് തന്നെയാണിത്. പാർട്ട് 2-ൽ എക്സാമിന് ഇപ്പം JPHN എക്സാമിനും JHA എക്സാമിനും അതുപോലെ സ്റ്റാഫ് നേഴ്സ് എക്സാമിനും ഒക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഏത് എക്സാമിനും ഇതിൽ നിന്ന് 1 മാർക്കിനുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആദ്യം നമുക്ക് അതിൻ്റെ റൂട്ട്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണെന്ന് നോക്കാം. റൂട്ട്സ് നമുക്ക് ഇതാണ് ആദ്യം നോക്കുന്നത് കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ ഓറൽ റൂട്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഓറലി നമ്മൾ GI സിസ്റ്റം വായിലൂടെ എടുക്കുന്ന ടാബ്ലറ്റ്സ് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗുളികകളെയാണ് ഓറൽ റൂട്ടിലൂടെ നമ്മളിപ്പോൾ സിറപ്പ് എടുക്കുന്നു, ടാബ്ലറ്റ്സ് എടുക്കുന്നു അല്ലേ, അതാണ് ഓറൽ റൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി സബ്ലിംഗൽ റൂട്ട് എന്ന് പറഞ്ഞതാണ് അണ്ടർ ദ ടങ്, നാവിനടിയിൽ വെക്കുന്ന ചില മെഡിസിൻസ്, എസ്പെഷ്യലി ഹാർട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന NDG നൈട്രോഗ്ലിസറിൻ അതുപോലെ ക്ലോണാസെപ്പാം പോലെയുള്ള ഡ്രഗ്സുകൾ സബ്ലിംഗൽ റൂട്ടിൽ കൊടുക്കുന്നു. അടുത്ത ബക്കൽ റൂട്ട്, ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ ചീക്ക് ആൻഡ് ഗം, നമ്മുടെ കവിളിനും മോണയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് വെക്കുന്ന മെഡിസിനാണ് ബക്കൽ റൂട്ട് എന്നറിയപ്പെടുന്നത്. അടുത്ത റെക്റ്റൽ റൂട്ട്, റെക്റ്റലി നമ്മൾ കൊടുക്കുന്ന സപ്പോസിറ്ററി അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്. അപ്പോൾ എൻഡറൽ റൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് GI സിസ്റ്റത്തിലൂടെ നമ്മൾ, അതായത് മൗത്ത് മുതൽ ഏനസ് വരെയുള്ള ആ ഒരു ഏരിയയാണ് നമ്മൾ GI സിസ്റ്റം എന്നറിയപ്പെടുന്നത്. സോ ദാറ്റ് ഈസ് എൻഡറൽ റൂട്ട്. അടുത്ത പാരൻട്രൽ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരൻട്രൽ എസ്പെഷ്യലി നമ്മൾ IV ആയിട്ടാണ് കൊടുക്കുന്നത്. IV അതിന് പല ടൈപ്പ് ഓഫ് പാരൻട്രൽ റൂട്ട് ഉണ്ട്. ഇൻട്രാഡെർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ കൊടുക്കുന്ന BCG മെഡിസിൻ, BCG ഇഞ്ചക്ഷൻ, അതുപോലെ മാൻഡോക്സ് ടെസ്റ്റ് തുടങ്ങിയിട്ടുള്ള ടെസ്റ്റുകൾ ഇൻട്രാഡെർമൽ, അണ്ടർ ദ സ്കിന്ന് വഴി കൊടുക്കുന്നതാണ് ഇൻട്രാഡെർമൽ. സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ്, നമ്മൾ അല്ലാതെ എന്താണ് സാധാരണയായിട്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് ഇൻസുലിൻ കൊടുക്കുന്ന സബ്ക്യൂട്ടേനിയസ് വഴിയാണ്. അടുത്ത ഇൻട്രാമസ്കുലർ, മസിൽസിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ് അല്ലേ, നിങ്ങൾക്കെല്ലാം അറിയാം. അടുത്ത ഇൻട്രാവീനസ് IV മെഡിസിൻ. ഇൻട്രാതിക്കൽ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ടു ദ സ്പൈനൽ ഫ്ലൂയിഡ്, സ്പൈനൽ കനാലിൽ സ്പൈനൽ ഫ്ലൂയിഡിലേക്ക് കൊടുക്കുന്ന മെഡിസിനാണ് ഇൻട്രാതിക്കൽ. അടുത്ത ഇൻട്രാ ആർട്ടിക്കുലർ, ആർട്ടറിയിലേക്ക് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതാണ് ഇൻട്രാ ആർട്ടീരിയൽ. അടുത്ത ഇൻട്രാ ആർട്ടിക്കുലർ ഉണ്ട്, അത് ഡയറക്ട്ലി ടു ദ ജോയിൻസ് ആണ്, ജോയിൻസിലേക്ക് കൊടുക്കുന്നതാണ് ഇൻട്രാ ആർട്ടിക്കുലർ. ഓക്കെ. അടുത്ത ഇൻട്രാ ഓസിയസ് എന്ന് പറഞ്ഞാൽ ബോൺ മാരോവിലേക്ക് ഡയറക്റ്റ് നമ്മൾ ബോൺ മാരോവിലേക്ക് കൊടുക്കുന്നതാണ് ഇൻട്രാ ഓസിയസ്. അടുത്ത ഇൻട്രാ പെരിറ്റോണിയൽ ക്യാവിറ്റിയിലേക്ക് കൊടുക്കുന്നതാണ് ഇൻട്രാ പെരിറ്റോണിയൽ. അടുത്ത ഇൻട്രാ കാർഡിയാക്ക്, ഡയറക്റ്റ് ഹാർട്ടിലേക്ക് കൊടുക്കുന്നതാണ് ഇൻട്രാ കാർഡിയാക്ക്. അഡ്രിനാലിനൊക്കെ ലാസ്റ്റ് മെഷറായിട്ട് കൊടുക്കാറുണ്ട്. അടുത്ത ടോപ്പിക്കൽ ലോക്കൽ റൂട്ട്, നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതാണ് ക്രീം, ലോഷൻ, ഓയിൽമെൻറ്റ്, ജെല്ല്. വാട്ട് ഈസ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡി ക്യാവിറ്റി ഫ്ലഷ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ ഫ്ലഷ് ചെയ്യുകയാണ്, നമ്മുടെ കൊളോണോസ്കോപ്പിക്ക് മുന്നേ ആയിട്ട് നമ്മൾ എന്താ പറയുക, എനിമ കൊടുത്ത് നമ്മൾ കൂടുതൽ ആ കൊളോൺ ഫുള്ളായിട്ട് നമ്മൾ ഫ്ലഷ് ചെയ്യുന്നതാണ് ഇറിഗേഷൻ എന്ന്. അതായത് ഫ്ലഷിങ് ഓഫ് ദ ഇന്റേണൽ ഓർഗൻ, ദാറ്റ് ഈസ് ഇറിഗേഷൻ. ഇൻഹലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻഹലേഷൻ, അതായത് റെസ്പിറേഷൻ, ഇൻഹലേഷൻ ഓഫ് ദ ഓക്സിജൻ ഓർ മെഡിസിൻ, ദാറ്റ് ഈസ് ഇൻഹലേഷൻ. ഇൻസ്പിരേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് അടുത്ത ഒരു പിക്ചേഴ്സ് ആണ്. സബ്ലിംഗ്വൽ അണ്ടർ ദ ടങ്, ബക്കൽ ബിറ്റ്വീൻ ദ ടങ് ആൻഡ് ചീക്ക്, ദാറ്റ് ഈസ് ബക്കൽ. അതൊക്കെ ഇൻട്രാമസ്കുലർ 90 ഡിഗ്രി ആണ്, സബ്ക്യൂട്ടേനിയസ് 45 ഡിഗ്രി ആണ്. അടുത്ത ഇൻട്രാവീനസ് 25 ഡിഗ്രി ആണ്, ഇൻട്രാഡെർമൽ 10 to 15 ഡിഗ്രി ആണ്. അപ്പോൾ സ്കിന്നിൻ്റെ ലെയേഴ്സ് ആണ് മുകളിൽ എപ്പിഡെർമിസ്, ഡെർമിസ്, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, മസിൽ. ഈ ഒരു 4 കാര്യങ്ങൾ, ആ സ്കിന്നിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇൻട്രാതിക്കൽ എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ഡെലിവറി ഓഫ് ദ ഡ്രഗ് ഡയറക്ട്ലി ടു ദ സ്പൈനൽ ഫ്ലൂയിഡ്. ഇത് ഇൻട്രാ ആർട്ടിക്കുലർ ആണ്, ഇത് ഇൻട്രാതിക്കൽ ആണ് കേട്ടോ. ഇനി നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അഡ്രിനാലിൻ മേ ബി യൂസ്ഡ് ടു പ്രൊവൈഡ് റാപ്പിഡ് റിലീഫ് ഓഫ് സിവിയർ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ടു ഡ്രഗ്സ് and other allergen and in the emergency treatment of option A breathing difficulty, option B anaphylactic shock, option C hepatocellular carcinoma, option D acidosis. So adrenaline നമ്മൾ എന്തിനാണ്? റാപ്പിഡ് റിലീഫ് ഓഫ് സിവിയർ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ടു ഡ്രഗ്സ്
അനഫിലക്റ്റിക് ഷോക്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് അഡ്രിനാലിൻ. എമർജൻസി ട്രീറ്റ്മെൻ്റ് ആയിട്ട് അഡ്രിനാലിൻ കൊടുക്കുന്നു. നമ്മുടെ നേഴ്സ്ക്വിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന എയിംസ് എക്സാമിന് വേണ്ടി, എയിംസിൻ്റെ കൂടെയുള്ള അതുപോലെ ESIC എക്സാം, ജിപ്മർ എക്സാം തുടങ്ങിയിട്ട് ഉള്ള എക്സാമിന് വേണ്ടി, അതുപോലെ തന്നെ DHS സ്റ്റാഫ് നേഴ്സ് എക്സാം, അതുപോലെ MLSP എക്സാം, അതുപോലെ എല്ലാ തരത്തിലുള്ള സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടിയും നമുക്ക് ഈ ഒരു ക്ലാസ്സുകൾ നേഴ്സ്ക്വിൻ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ആൻസർ ചെയ്യണം. ആൻസർ ചെയ്തിട്ട് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോഡിയം ബൈകാർബണേറ്റ് ഇഞ്ചക്ഷൻ ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് വെറൈറ്റി ഓഫ് കണ്ടീഷൻസ്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ കൂടുതൽ സാധാരണയായിട്ട് കൊടുക്കുന്നത് മെറ്റബോളിക് ആൽക്കലോസിസിലാണ് കേട്ടോ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. മെറ്റബോളിക് ആൽക്കലോസിസിലാണ് കൊടുക്കുന്നത്. മെറ്റബോളിക് ആൽക്കലോസിസ് ഇസ് എ കണ്ടീഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ദ ലെവൽ ഓഫ് ബൈകാർബണേറ്റ് ഇൻ ദ ബ്ലഡ് ഇൻക്രീസ്. ബൈകാർബണേറ്റ് ലെവൽ ബ്ലഡിൽ ഇൻക്രീസ് ആകുന്ന കണ്ടീഷനാണ് ലീഡിങ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ ആർട്ടീരിയൽ pH. മെറ്റബോളിക് അസിഡോസിസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് ഡിസോർഡർ ആണ്. ദാറ്റ് ക്യാൻ ബി കോസ്ഡ് ബൈ സിവിയർ റീനൽ ഡിസീസ്. മെറ്റബോളിക് അസിഡോസിസ് വരുന്ന റീനൽ ഡിസീസ് ഉണ്ടാകുമ്പോഴും, അതുപോലെ അൺകൺട്രോൾഡ് ഡയബറ്റീസിൻ്റെ ലെവൽ അൺകൺട്രോൾഡ് ആയി മാറുമ്പോഴും, അല്ലെങ്കിൽ ഷോക്കിലുമാണ് ഇലക്ട്രോലൈറ്റ് ഡിസോർഡർ ആയിട്ടുള്ള മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാകുന്നത്. സോഡിയം ബൈകാർബണേറ്റ് ക്യാൻ ഹെൽപ്പ് കറക്റ്റ് ദ ആസിഡ് ബേസ് ഇംബാലൻസ് ഇൻ ദ ബോഡി. അപ്പോൾ അത് നമ്മുടെ സോഡിയം ബൈകാർബണേറ്റ് ആസിഡ് ബേസ് ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ബോഡിയിൽ യൂസ് ആകുന്നുണ്ട്. Question: 30-year-old female with a newly diagnosed hyperthyroidism. Which of the following findings would support the diagnosis of Graves' disease? Option A: decreased T3 and T4 level with elevated TSH. Option B: a non-tender fem goiter without eye involvement, elevated T3 and T4 level and low TSH and exophthalmos, increased TSH levels with normal T3 and T4. ഇവിടെ 30 വയസ്സുള്ള ഒരു ലേഡിക്ക് ഹൈപ്പർ തൈറോയിഡിസം ഡയഗ്നോസ് ചെയ്തിരിക്കുകയാണ്. സോ ഏത് ഫൈൻഡിങ്സ് ആണ് ഗ്രേവ്സ് ഡിസീസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്? അപ്പോൾ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ
പ്രൈമറി ഹൈപ്പർ തൈറോയിഡിസം ആണ്. അതായത് ഹൈപ്പർ തൈറോയിഡിസം ആണ് ഗ്രേവ്സ് ഡിസീസ്. ഹൈപ്പറും ഉണ്ട് ഹൈപ്പോയും ഉണ്ട്. സോ ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി ഹൈപ്പർ തൈറോയിഡിസം തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രോബ്ലം ഉള്ളവർക്കാണ്, ഡയറക്റ്റ് തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രോബ്ലം ഉള്ളവർക്കാണ് പ്രൈമറി ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്നത്. പ്രൈമറി ഹൈപ്പർ തൈറോയിഡിസം. ഇനി സെക്കൻഡറി ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്നത് ഡയറക്റ്റ് തൈറോയ്ഡ് ഗ്ലാൻഡിനല്ല, ബാക്കിയുള്ള പിന്നെ ഓർഗൻസിന്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനൊക്കെ പ്രോബ്ലം വന്നിട്ട് പിറ്റ്യൂട്ടറി അഡിനോമ പോലുള്ള കണ്ടീഷൻ വരുമ്പോഴാണ് സെക്കൻഡറി ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്നത്. സോ ഗ്രേവ്സ് ഡിസീസ് നമ്മളിവിടെ പറയുന്നത് T3 T4 ലെവൽ കൂടുതലായിരിക്കും. T3 T4 ലെവൽ കൂടുതലായിരിക്കും. TSHൻ്റെ ലെവല് നോർമലോ അല്ലെങ്കിൽ കുറഞ്ഞ വരാം. TSH ലെവല് നോർമലോ അല്ലെങ്കിൽ കുറഞ്ഞ വരാം. യൂഷ്വലി കുറവാണ് വരുന്നത്. അതാണ് ഈ ഹൈപ്പർ തൈറോയിഡിസത്തിൽ വരുന്നത്, ഗ്രേവ്സ് ഡിസീസിലൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എക്സോഫ്താൽമസ്, കണ്ണ് തള്ളി പുറത്തോട്ടിരിക്കുന്ന ഒരവസ്ഥയും വരാം. സോ എലിവേറ്റഡ് T3 ആൻഡ് T4 ലെവൽ ആൻഡ് ലോ TSH ലെവൽ വരുന്നത് പ്രൈമറി ഹൈപ്പർ തൈറോയിഡിസം ആണ്, അതായത് ഗ്രേവ്സ് ഡിസീസ് പോലുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ കൂടുതലായിട്ട് നമ്മുടെ നേഴ്സ്കിൻ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.